ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പം നമുക്കിന്ന് കന്യാകുമാരിക്ക് ഒരു ബഡ്ജറ്റ് ട്രിപ്പ് പോയാലോ? നമ്മളിപ്പം പോകുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അവിടുന്ന് രാവിലെ 6:30 നാഗർകോയിലേക്ക് ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട്. സോ അത് കയറി കഴിഞ്ഞ് നമുക്ക് നാഗർകോയിലിൽ നിന്ന് പിന്നെ ഒരു ബസ് എടുത്താൽ മതി. അപ്പോൾ രാവിലെ 6:30 ആകുമ്പോൾ ഞങ്ങൾ വന്നു. ഇവിടുന്ന് ടിക്കറ്റ് ചാർജ് വരുന്നത് ഒരാൾക്ക് 20 രൂപയെ വരുന്നുള്ളൂ കേട്ടോ, നാഗർകോയിൽ വരെ. ഈ ട്രെയിനിലെല്ലാം ജനറൽ കമ്പാർട്ട്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് നേരത്തെ പോയാൽ സീറ്റൊക്കെ കിട്ടിയിരിക്കാം. ഞങ്ങൾ പോയപ്പം അത്യാവശ്യം സീറ്റൊക്കെ ഉണ്ടായിരുന്നു. ട്രെയിൻ ഇവിടുന്ന് 6:30 സ്റ്റാർട്ട് ചെയ്യും. അവിടെ എത്തുന്നത് 8:30 ആകുമ്പോൾ തന്നെ എത്തുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറച്ച് സ്റ്റോപ്പേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 10ൻ്റെ അടുത്തൊക്കെ സ്റ്റോപ്പേ വരുന്നുള്ളൂ. പോകുന്ന വഴിയിൽ നമ്മൾ തമിഴ്നാട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പാടങ്ങളും നല്ല മലകൾ അങ്ങനെയൊക്കെ ആയിട്ട്. രാവിലെ തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ സീനറി ഒക്കെ കണ്ടിട്ടും പിന്നെ ചെറുതായിട്ടൊരു ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് നാഗർകോയിൽ എത്തിയ പോലെ തോന്നും. വലിയ ലാഗൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ നാഗർകോയിൽ എത്തുന്നുണ്ട് കേട്ടോ. പിന്നെ അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് നമുക്ക് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. സോ അതിൻ്റെ സൈഡിൽ തന്നെ ഒരു ബസ് സ്റ്റോപ്പ് കാണാം. അവിടെ നിന്നാൽ മതി, നമുക്ക് കന്യാകുമാരി റൂട്ടിലേക്കുള്ള ബസ് കിട്ടും. ബസ് എന്ന് പറയുന്നത് 1 or 1A അങ്ങനത്തെ ബസ് നമ്പർ നോക്കിയിട്ടാണ് പോകേണ്ടത്. ഇങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞ് കന്യാകുമാരി എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓട്ടോക്കാരും ക്യാബ് ഡ്രൈവേഴ്സും ഒക്കെ നമ്മളോട് ഇങ്ങനെ 500-300 രൂപയൊക്കെയാണ് ചോദിക്കുന്നത്. ആക്ച്വലി നമുക്ക് അങ്ങനെ ബസ്സിൽ പോകുന്നത് പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റൊക്കെ വെയിറ്റ് ചെയ്താൽ തന്നെ ബസ് വരും. അതിലൊരാൾക്ക് 23 രൂപ ആവുന്നുള്ളൂ. സോ നിങ്ങൾക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് ബസ്സിൽ പോകാൻ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ബസ്സിൽ തിരക്ക് എന്ന് പറയുന്നത് ഡിപ്പെൻസ്. ഞങ്ങൾ പോയപ്പം ചെറുതായിട്ടൊരു തിരക്ക് ഉണ്ടായിരുന്നു. അവിടെ വരെ ഏകദേശം നിന്നിട്ട് തന്നെയാണ് പോയത്. എന്നാലും പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്കവിടെ ഒരു 20-25 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്തുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ വിജയണ്ണൻ്റെ നാട്ടിലെത്തിക്കഴിഞ്ഞു. ഇവിടെ അധിക സ്ഥലത്തും ഈ വിജയൻ്റെ ഒക്കെ പോസ്റ്റർ ഉണ്ട് കേട്ടോ, CMO പിന്നെ അവിടുത്തെ ഇലക്ഷൻ ടൈമിലുള്ളത്. അപ്പോൾ നമ്മൾ ബസ് ഇറങ്ങി തൊട്ട് മുന്നേ തന്നെയാണ് ഈ കന്യാകുമാരിയിലേക്കുള്ള മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ. സോ ഇവിടെ ഇറങ്ങി നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചിട്ടില്ല. സോ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. വൃത്തിയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ അങ്ങനെ ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് നമുക്ക് അറിയില്ലായിരുന്നു. സോ അങ്ങനെ ഞങ്ങൾ കണ്ടൊരു ഹോട്ടലിൽ പോയതാണ്. അവിടെ നിന്ന് ഇങ്ങനെ ദോശയും വട, ഇഡ്ഡലി, പൊങ്കൽ അതൊക്കെ വാങ്ങിച്ചിട്ട് കഴിച്ചു. നമ്മൾ ഈ ബസ് ഇറങ്ങിയ സ്പോട്ടിൽ നിന്ന് തന്നെ നേരെ മുന്നിൽ നോക്കിയാൽ കാണാം ഇങ്ങനൊരു വലിയൊരു ഗേറ്റ് പോലെ. അതാണ് ഈ തിരുവള്ളുവർ സ്റ്റാച്യു, അതായത് കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ റോക്ക് തിരുവള്ളുവർ സ്റ്റാച്യു ഒക്കെ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് നടക്കാനുള്ളൊരു ദൂരം തന്നെ ഉള്ളൂ. നമ്മളീ പോകുന്ന വഴിക്ക് ഫുള്ള് തിരക്കാണ്. ഇങ്ങനെ കുതിര റൈഡ് കാണാം, അതുപോലെ സൈഡിൽ ഫുള്ള് കടകളാണ്. ഇതൊക്കെ ഫുൾ ഓൺ ആക്റ്റീവാണ്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ ബീച്ചിൻ്റെ ഒരു സ്ഥലമൊക്കെ കണ്ടു തുടങ്ങും. പിന്നെ അവിടെ ഈ വിവേകാനന്ദ മ്യൂസിയം ഉണ്ട് ഒരു സൈഡിൽ, അത് നമ്മൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മൾ സ്റ്റാലിൻ ചീഫ് മിനിസ്റ്റർ ആ ടൈമിൽ ചീഫ് മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത ഡേറ്റും അങ്ങനത്തെ എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഗേറ്റ് ആക്ച്വലി പുതുതായിട്ട് പണിതാണ്. ഈ ഗേറ്റും നമ്മുടെ ഈ റോക്കിൻ്റെ അവിടെയുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, അതെല്ലാം ഈ ഡിസംബർ 2024 ഉദ്ഘാടനം ചെയ്തത്. സോ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ ഇങ്ങനെ ഷോപ്സ് കാണാം, സൈഡ് ഷോപ്പ്. ഫുൾ ഇവിടെ ഷെല്ലിൻ്റെ ഒക്കെ ഒരുപാട് ഷോപ്പുകളുണ്ട്. അതുപോലെ പിന്നെ ഇങ്ങനെ ഓരോ ഐറ്റംസ് സ്പൈസസ് കിട്ടുന്നത്, പിന്നെ കുറേ നമ്മൾ വള മാല അങ്ങനത്തെ ഐറ്റംസൊക്കെ കിട്ടുന്ന കുറേ ഷോപ്പുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ആസ്വദിച്ച് നടക്കാനേ ഉള്ളൂ. ആക്ച്വലി ദൂരം അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ടു പോകുമ്പം അതെല്ലാം അങ്ങ് കവറായിക്കോളും. നമ്മൾ കുറച്ചിങ്ങനെ മുന്നിലേക്ക് നടക്കുമ്പോൾ ഇതുപോലൊരു ബോർഡ് കാണാൻ പറ്റും. ഇതാണ് അവിടുത്തെ കന്യാകുമാരി അമ്മൻ ടെമ്പിൾ, അതുപോലെ നമ്മളെ റോക്ക് വിവേകാനന്ദ റോക്ക്, അവിടേക്കൊക്കെ പോകേണ്ട ഒരു എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഈ വഴി കയറി കഴിഞ്ഞാൽ അവിടെ ഒരുപാട് ഷോപ്സ് വരുന്നുണ്ട്.
പിന്നെ അതല്ലാതെ നമുക്കവിടെ അമ്പലം ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഒരു എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. ഈ അമ്പലം എന്ന് പറയുന്നത് ഒരു 3000 വർഷം പഴക്കമുള്ള ഒരു അമ്പലമാണ്. കന്യാകുമാരി തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ളതും. പിന്നെ അതിൻ്റെ ഉള്ളിൽ കയറാൻ നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ അതിൻ്റെ ആ ഒരു ആർക്കിടെക്ചർ കണ്ടാലാണ്. ഇതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. ഇതിലൂടെ നമ്മൾ കയറി ചുറ്റി അമ്പലം മൊത്തം പ്രദക്ഷിണം വെച്ചിട്ട് പുറത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഈ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നമ്മളിപ്പം കണ്ട ഫ്രണ്ടിൻ്റെ സൈഡിലായിട്ടാണ് ഈ ബീച്ച് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ആ വിവേകാനന്ദ റോക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടുന്ന് തന്നെ ഇങ്ങനെ നമുക്ക് മീൻസ് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, കടലിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ തന്നെ വ്യൂ ഒക്കെ നല്ല രസമാണ്. ഇവിടെ ആണെങ്കിൽ നല്ല തിരക്കുമാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞങ്ങളൊന്ന് അമ്പലത്തിനകത്ത് പോയി വന്നു കേട്ടോ. പിന്നെ നമ്മൾ ഇറങ്ങി, നമ്മളിനി അടുത്തത് പോകുന്നത് ഈ വിവേകാനന്ദ റോക്കിൻ്റെ അങ്ങോട്ടേക്ക്. നമ്മൾ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് ഇതിന് കുറച്ചുകൂടെ മുന്നിലേക്ക് നടക്കണം. അപ്പോൾ അവിടെ ആക്ച്വലി ടിക്കറ്റിംഗ് സിസ്റ്റമാണ്. ഈ ടിക്കറ്റിംഗ് എന്ന് പറയുന്നത് ഓൺലൈൻ ടിക്കറ്റും ഉണ്ട്, പിന്നെ നമുക്ക് അവിടെ സ്പോട്ടായിട്ട് ടിക്കറ്റും എടുക്കാൻ പറ്റും. സോ നമ്മളിവിടെ വരുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമേ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ടിക്കറ്റാണ് എടുക്കുന്നതെന്ന് നോക്കണം. ഓൺലൈൻ ടിക്കറ്റിന് വരുന്നത് 300 രൂപയാണ്. മറ്റേത് ഓൺ സ്പോട്ട് അവിടെ ക്യൂ നിന്നിട്ട് കയറുന്നതെന്ന് പറയുന്നത് 100 രൂപയാണ്. ഈ ഓൺലൈനിനാണ് പ്രിഫറൻസ് കൂടുതൽ, കാരണം അവർ ഈ ഓൺലൈനിൽ ആൾക്കാരെ പെട്ടെന്ന് കയറ്റി വിടുന്നുണ്ട്. മറ്റേ ഓൺ സ്പോട്ടിലാണെങ്കിൽ നമ്മൾ ആ ക്യൂവിൽ ഇങ്ങനെ നിന്നിട്ട് ക്യൂ പതുക്കെ നീങ്ങുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ നീക്കൊണ്ട് നിൽക്കണം. നമുക്കവിടെ ഇങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിന് ആക്ച്വലി അവിടെ ഒരു QR സിസ്റ്റം ഉണ്ട്. നമ്മൾ അത് ബുക്ക് ചെയ്ത് നമ്മൾ ആ ഒരു സ്ലോട്ട് നമ്മളിപ്പം ബുക്ക് ചെയ്യുന്ന ടൈമിൽ നെക്സ്റ്റ് സ്ലോട്ട് എടുത്താൽ മതി. ഇപ്പം 11:30 to 12 മണി ആ എൻട്രി ടൈം അങ്ങനെ. അതല്ലെങ്കിൽ നമ്മളിങ്ങനെ ക്യൂ നിന്ന് കയറുകയാണെങ്കിൽ ഒരുപാടുണ്ട്. നമ്മൾ ഒരു കൺവീനിയൻസ് പോലെ നോക്കിയാൽ മതി. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് ആണെങ്കിൽ കുറച്ച് നേരത്തെ എത്തുകയാണെങ്കിൽ അത്ര തിരക്ക് വരുന്നുണ്ടാവില്ല. ഞങ്ങൾ ഏകദേശം ഇപ്പം കുറച്ച് ടൈമായി, ഒരു 10:30 ആയി കാണും, അതുകൊണ്ടാണ് നല്ല തിരക്ക് വന്നത്. സോ നമ്മൾ ഈ 300 രൂപയുടെ ഈ ടിക്കറ്റ് എടുത്തിട്ട് പോയി കഴിയുന്നത് ഇങ്ങനെ എൻട്രിയാണ്. രണ്ടും ഇതേ എൻട്രിയാണ്. ഒന്ന് ഒരു സൈഡിലും മറ്റേ ഓൺ സ്പോട്ട് എന്ന് പറയുന്നത് അപ്പുറത്തെ സൈഡിലുമാണ്. സോ ഇങ്ങനെ പോയി കഴിഞ്ഞ് ഇതിലും ഒരുപാട് നേരം വെയിറ്റിംഗ് ഇല്ല, എങ്കിലും എനിക്ക് തോന്നുന്നു ഒരു അരമണിക്കൂറോളം എങ്കിലും ഞങ്ങൾ ഈ ക്യൂ ഇങ്ങനെ നീങ്ങി പതുക്കെയാണ് പോയിക്കൊണ്ട് നിന്നത്. നമ്മളീ പോകുന്നത് എന്ന് പറയുന്നത് ബോട്ട് കയറാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് അപ്പുറത്തെ ആ റോക്കിൻ്റെ അങ്ങോട്ട് എത്തണമല്ലോ. സോ അതിൻ്റെ ആ മീഡിയം എന്ന് പറയുന്നത് ബോട്ടാണ്. ഇതൊക്കെ അതിനുള്ള ക്യൂ ആണ് കേട്ടോ. ഇതൊക്കെ ആക്ച്വലി പൈസ കൊടുത്തിട്ടുള്ള ക്യൂ ആണ്. അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോഴും നമുക്ക് ആ വ്യൂ ഉണ്ട്, എങ്കിലും നമ്മളിങ്ങനെ ഈ ഒരു റൂട്ട് വഴി പോകണം. ബോട്ടെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 4 ബോട്ട് എങ്ങാനാണ് അന്നുള്ളത്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പായിട്ടാണ് പോകുന്നത്. ഒന്നുമില്ല, ജസ്റ്റ് ഒരു 300 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ്. പക്ഷെ നമുക്ക് പോകാൻ വേറെ വഴിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ പോകുന്നത്. ഇങ്ങനെ ഓരോ ബോട്ടും വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആൾക്കാരെ കൊണ്ടുവരുന്നുണ്ട്. അവരെ ഇറങ്ങിപ്പോയിട്ട് പിന്നെ ഇവിടെ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാരെ കയറ്റിയിട്ട് അങ്ങനെ ഈ ക്യൂ നീങ്ങുള്ളൂ. സോ നമ്മളിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കാത്തിരിക്കണം. ഇപ്പം ടിക്കറ്റ് എടുത്ത മീൻസ് പൈസ കൂടുതലുള്ള ലൈനാണെങ്കിലും നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ കാത്തു നിൽക്കണം. ആക്ച്വലി ഇവിടുന്ന് ആ ബോട്ട് വരുന്നത് കാണാൻ നല്ല രസമാണ് കേട്ടോ. ഇതായിരുന്നു അന്നുണ്ടായിരുന്നതിൽ വലിയ ബോട്ടെന്ന് പറയുന്നത്. മേലെയും താഴെ ഉണ്ടല്ലോ, ബാക്കിയെല്ലാം സിംഗിൾ ഇതായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ ആക്ച്വലി വരുന്നത് കാണാൻ നല്ല രസമാണ്. ഒരു ബോട്ട് വന്ന് അതിൽ അലൗബിൾ ആയിട്ടുള്ള ആൾക്കാരെ കയറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ കയറിടും, പിന്നെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ നമ്മളിങ്ങനെ ക്യൂ നിന്നിട്ട് അടുത്ത ബോട്ട് വരുന്നത് കാത്തു നിൽക്കണം. അതുപോലെ അവർ ലൈഫ് ജാക്കറ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിട്ടിട്ടാണ് നമ്മൾ ബോട്ടിൽ കയറേണ്ടത്. ബോട്ടിലാണെങ്കിൽ ഇരിക്കാനൊക്കെ സീറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ നിൽക്കേണ്ട അത്ര കുഴപ്പമില്ല, വേണമെങ്കിൽ നമുക്ക് നിൽക്കാം, അങ്ങനെയുള്ളൂ. സീറ്റ് എന്തായാലും ആ ഒരു കപ്പാസിറ്റി തന്നെയാണ് അവർ ബോട്ട് കൊണ്ടുപോകുന്നതും.
ഈ ബോട്ടിൽ കയറാൻ നേരത്ത് നല്ല തിരക്കാണ്. നമ്മളിങ്ങനെ ഇടിയും കൂടി മുന്നിലേക്ക് അങ്ങോട്ട് കയറി അങ്ങോട്ട് വേഗം കയറുക, അത്രേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വേഗം പോയി എവിടെയെങ്കിലും സീറ്റിലിരിക്കുക, നമ്മളെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും സീറ്റ് പിടിക്കുക, അത്ര തന്നെ നടക്കുള്ളൂ. കാരണം എല്ലാവരും കൂടി ഇങ്ങനെ റഷായിട്ട് വരും. പിന്നെ കടലിൻ്റെ ആ ഒരു ഗ്യാപ്പിലല്ലേ നമ്മൾ നിൽക്കുന്നത്. സോ നമ്മൾ കെയർഫുള്ളായിട്ട് നമുക്ക് പറ്റുന്ന പോലെ എവിടെയെങ്കിലും കയറി ഇരിക്കുക. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ബോട്ട് എടുക്കും. നെക്സ്റ്റ് നമ്മുടെ ആ റോക്കിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ വരെ ഉണ്ടാവും. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് ലൈഫ് ജാക്കറ്റൊക്കെ തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഇവിടെ തന്നെ ഇത് നേരെ റോക്കിൻ്റെ സ്റ്റാച്യൂനൊക്കെ മുന്നിൽ തന്നെയാണ്. ഇതാണിപ്പോൾ നമ്മൾ വന്ന കപ്പലിൻ്റെ പേര് കേട്ടോ, ഗുഹാൻ. ഇതുപോലത്തെ വേറെ 4 ഉണ്ട്, ഒന്ന് കണ്ടല്ലോ ഡബിൾ ആയിട്ടുള്ളത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് ഇങ്ങനെ ഈ ഇവിടുത്തെ ആ റോക്കുമ്പോൾ തന്നെ ഡിസൈൻ ചെയ്ത് വെച്ചത് അവിടെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ലൈക്ക് ഇന്ന് അലൗഡല്ല, സ്മോക്കിംഗ് അലൗഡല്ല, പിന്നെ അങ്ങനെ ഓരോ അവിടുത്തെ റൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാനുണ്ട്. ഇവിടെ എൻട്രി ടിക്കറ്റ് എടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുള്ളൂ. അതും വലിയ ക്യൂ ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് എടുത്ത് കഴിയും. ഒരാൾക്ക് 30 രൂപയാണ് വരുന്നത്. ഇവിടെ ഗാർഡനിങ് ഒക്കെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അവിടെ ഉള്ളിലേക്ക് പോകുമ്പോൾ ചെരുപ്പിടാൻ പറ്റില്ല. സോ നമ്മളിവിടെ ചെരുപ്പ് അഴിച്ച് വെക്കണം. ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ് ആണുള്ളത്. പിന്നെ അവിടെ നമ്മൾ പൈസ കൊടുത്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു കൗണ്ടറുണ്ട്. സോ ഇങ്ങനെ സ്പേസ് ആണെങ്കിൽ നമ്മൾ സേഫായിട്ട് എവിടെയെങ്കിലും നമ്മളെല്ലാവരും ചെരുപ്പ് വെക്കണം. എന്നിട്ട് ചെരുപ്പില്ലാതെയാണ് നമ്മൾ ഈ മേലെ ടെമ്പിളിൻ്റെ അവിടെ സ്റ്റാച്യൂവിൻ്റെ ഒക്കെ അങ്ങോട്ടേക്ക് പോവേണ്ടത്. സോ ഇതാണ് ഫസ്റ്റത്തെ എൻട്രൻസ്. ഈ കാണുന്നതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ വരുന്നത്. ചെരുപ്പില്ലാന്ന് വെച്ചിട്ട് നമുക്ക് ഈ കാല് പൊള്ളുന്നുള്ളൊരു ടെൻഷൻ ഉണ്ടല്ലോ. ആക്ച്വലി അവിടെ ചവിട്ടുമ്പം കാല് പൊള്ളും. പക്ഷേ അവരിങ്ങനെ പോകുന്ന വഴിയിൽ വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. സോ ഈ വെള്ള പെയിൻറ്റിലാണെങ്കിൽ നമുക്ക് ഈ ഹീറ്റ് അബ്സോർബ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് അവിടെ നമുക്ക് ഈ ചൂടറിയില്ല, നല്ല കൂളായിട്ട് തന്നെ നടക്കാൻ പറ്റും. സോ ഈ നമുക്ക് ചെരുപ്പിടാത്ത ഈ ഫുൾ എൻറ്റയർ ഇതിൻ്റെ അകത്ത് മൊത്തം ഇങ്ങനെ ഓരോ വെള്ള പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. മറ്റേ ഒരു പ്ലെയിൻ റോഡിൽ സ്ഥലത്താണെങ്കിൽ നമുക്ക് കാലൊക്കെ കുറച്ച് പൊള്ളു കേട്ടോ. ഇതൊരു മെയിൻ സൺറൈസ് സൺസെറ്റ് പോയിന്റ് ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഡയറക്ഷൻസിൻ്റെ ഒക്കെ കുറേ ഇൻഡിക്കേഷൻസ് പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. നമ്മൾ നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അതുപോലെ സൺറൈസ് സൺസെറ്റ് ഒക്കെ ഓരോ കൊല്ലത്തിലെ ഓരോ മാസങ്ങളിലും ഇവിടെ ഏത് ഡയറക്ഷനിലായിട്ടാണ് ഉണ്ടാവുക എന്നൊക്കെയുള്ളൊരു പ്രോപ്പർ മാപ്പിംഗ് സിസ്റ്റം അവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിൻ്റെ ആ ഒരു ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉള്ളിലൊക്കെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ അവിടെ ഇറങ്ങി നമ്മൾ ഈ സൈഡിൽ കൂടെ പോകുമ്പം സൈഡ് മൊത്തം കടലാണല്ലോ, അതും വ്യൂവും കണ്ട് ഇങ്ങനെ പോകാം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സൺറൈസ് സൺസെറ്റിൻ്റെ ഒക്കെ ടൈം വരുന്നത്. ഓരോ കൊല്ലത്തിലും ഓരോ മാസങ്ങളിൽ പ്രത്യേകം എവിടെയായിട്ടാണ് എന്നുള്ളത്. അത് നമുക്കിങ്ങനെ അവിടെ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഓരോ ഡേറ്റ്സ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ജാനുവരി തൊട്ട് ഡിസംബർ വരെയുള്ള ഡേറ്റ്സിൻ്റെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മളൊരു മെഡിറ്റേഷൻ റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഈ വിവേകാനന്ദൻ്റെ ലൈഫ് ഹിസ്റ്ററി, അതായത് പുള്ളിയുടെ ഡീറ്റെയിൽസ്, ജനിച്ച വർഷം, അങ്ങനെ ഓരോ ഇയർ ഓരോ ഇത്, പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനൊരു ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് സൈഡിലായിട്ടാണ് മെഡിറ്റേഷൻ റൂം വരുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് കണ്ടിറങ്ങാം, നമ്മളെ ഇഷ്ടം പോലെ. ഞങ്ങൾ പോയ ദിവസം എന്തായാലും നല്ല തിരക്കായിരുന്നു. എനിക്കറിയില്ല എപ്പോഴും ഇങ്ങനെ ഉണ്ടോ, അതോ വീക്കെൻഡ് ആയതുകൊണ്ടാണോ. ഞങ്ങൾ പോയത് സാറ്റർഡേ ആണ്, സോ അതുകൊണ്ടാണോ എന്നറിയില്ല, നല്ല തിരക്കായിരുന്നു.
ഇതും മറ്റൊരു മണ്ഡപമാണ്, ശ്രീപദ മണ്ഡപം. അവിടെയും അങ്ങനെ ഒരു ഫുട് പ്രിന്റിൻ്റെ ഷേപ്പിലുള്ളൊരു ടെമ്പിൾ ലൈക്ക് ഇതാണ്. അവിടെ ഉള്ളിലേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലായിരുന്നു. അതും ജസ്റ്റ് ഒന്ന് കണ്ടിറങ്ങാനുള്ളൂ. അപ്പോൾ ഈ ഒരു സെക്ഷൻ അങ്ങനെ കഴിയും. ഈ ഒരു 2 മണ്ഡപാസും പിന്നെ അതിന് അനുബന്ധിച്ചുള്ള ബുക്ക് സ്റ്റാള്, ഇങ്ങനെ മെഡിറ്റേഷൻ റൂം, അങ്ങനെയൊക്കെയാണ് ഈ ഒരു സൈഡിൽ വരുന്നത്. പിന്നെ നമുക്ക് ഈ മണ്ഡപത്തിൻ്റെയൊക്കെ സൈഡിൽ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനും ഇരിക്കാം, നല്ല വെയിലൊക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ തിരുവള്ളുവർ സ്റ്റാച്യൂടെ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വഴിയാണ്. അതിപ്പം റീസെൻ്റ്ലി 2024 ഡിസംബറിലാണ് സ്റ്റാലിൻ ഉദ്ഘാടനം ചെയ്തത്. അതിലും നമുക്ക് നല്ല രസമാണ്, ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. എനിക്കറിയില്ല, പോയവർക്കും പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതിന് നേരെ താഴെ നമുക്ക് കടൽ കാണാൻ പറ്റും. സോ ആ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അവിടെ ഇങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അവിടെ ആക്ച്വലി ഒരു സെക്യൂരിറ്റി ഉണ്ട്. നമുക്ക് ഒരുപാട് നേരം അങ്ങനെ ആ ഗ്ലാസ് ബ്രിഡ്ജിൽ കുറേ പേരായിട്ട് അങ്ങനെ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് തന്നെ മുന്നോട്ടേക്ക് പോകണം. അതുപോലെ അവിടെ ഇങ്ങനെ ഇരിക്കാനോ അങ്ങനത്തെ ഒക്കെ നോട്ടീസ് അവിടെ വെച്ചിട്ടുണ്ട്, നമ്മൾ ഇന്നതൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. പിന്നെ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമായിരുന്നു. താഴെ നമുക്ക് കടൽ കാണാൻ പറ്റുന്നതും അങ്ങനത്തെ ഒക്കെ. ഇനി നമ്മൾ ഇവിടേക്ക് വന്നാൽ ഇവിടെ ഒരു 3 നില സ്റ്റെപ്പ് നമ്മൾ കയറിയിട്ട് വേണം നമുക്ക് ആ സ്റ്റാച്യൂവിൻ്റെ ഫ്രണ്ടിലെത്താൻ വേണ്ടിയിട്ട്. അത് തിരുവള്ളുവർ സ്റ്റാച്യു ആണ്. തിരുവള്ളുവർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു ആൻഷ്യൻ പോയറ്റ് ആൻഡ് ഫിലോസഫർ ആണ്. ഈ സ്റ്റാച്യു വരുന്നത് 133 ഫുട്ട് ലോങ് ആണ് കേട്ടോ. അതിൻ്റെ ഇതെന്താണെന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെൻറ്റ്സ് ഈ 133 ചാപ്റ്റേഴ്സ് ഓഫ് ഈ തിരുക്കുറൾ ക്ലാസിക്. അതാണ് ഈ ഒരു ഹൈറ്റ്, ഈ സ്റ്റാച്യൂയുടെ ഹൈറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ ആ ഒരു കാൽപാദത്തിൻ്റെ അവിടെ തൊട്ടിട്ടാണ് നമ്മളെ ഹൈറ്റ് വരുന്നുള്ളൂ. പിന്നെ ഇങ്ങനെ സ്റ്റാച്യു കാണാനുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ നല്ല സ്പോട്ടാണ്. നമ്മൾ ഏറ്റവും ടോപ്പ് ഇതാണല്ലോ, ഈ കടലിൻ്റെ മേലെ ഒരു പോർഷനാണല്ലോ നിൽക്കുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റാച്യു കാണാൻ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ കയറിയ പോലെ തന്നെ ഒരു 3 നില താഴേക്ക് ഇറങ്ങണം. ഈ പോകുന്ന വഴി അവിടെയും വിവേകാനന്ദൻ്റെ ഓരോരോ റൈറ്റ് കോട്ട്സ് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ടോട്ടൽ 145 അങ്ങനെ എന്തോ റൈറ്റിങ്സ് ആണുള്ളത്. അത് ഇംഗ്ലീഷിലും തമിഴിലും അങ്ങനെ എഴുതി അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഏകദേശം ചുറ്റിക്കാണാൻ ഒരു 2-2.5 മണിക്കൂറൊക്കെ മതിയാകും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്ത് മീൻസ് നമ്മൾ അപ്പുറത്തെ സൈഡ്, ഇപ്പം കടലിലാണല്ലോ, അതിന് അപ്പുറത്തെ സൈഡ് പോകാൻ തിരിച്ച് നമ്മൾ അതേപോലെ ബോട്ട് എടുക്കണം. അതിന് നമ്മളിങ്ങനെ ക്യൂ നിൽക്കണം. ക്യൂ ഞങ്ങൾ തുടങ്ങിയപ്പം ഏകദേശം കുറച്ച് ബാക്കിലേക്കായിരുന്നു. അവിടുന്ന് ഇങ്ങനെ വന്ന് അതും ഒരു 20 മിനിറ്റിനടുത്തോളം ഞങ്ങൾ ക്യൂ നിന്നിട്ടുണ്ട്. അതിങ്ങനെ നീങ്ങി ബോട്ട് വരുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ പോകണം.
പിന്നെ തിരിച്ച് നമുക്ക് ഈ ബോട്ട് കയറി അവിടെ തന്നെ ഇറങ്ങാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ലോങ് റൂട്ട് തിരിച്ച് നമ്മൾ മെയിൻ റോഡിലേക്ക് പോവാണ്. ഇപ്പം തന്നെ ഏകദേശം ഒരു 4 മണി ഒക്കെ അടുത്തായിട്ടുണ്ട്. ഞങ്ങൾ കയറാൻ തന്നെ 12 മണി അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 4 മണീൻ്റെ അടുത്തൊക്കെ ആയിട്ടുണ്ട്. നമ്മളിനി തിരിച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് അവിടെ ഇങ്ങനെ ഒരു പരിപാടി കണ്ടു കേട്ടോ. അത് എന്താ അവിടുത്തെ എന്തോ ടൂറിസത്തിൻ്റെ എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. പിന്നെ ഈ ഒരു 4 മണി അങ്ങനെ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അത് അവിടെ റീൽസിലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു സംസം എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചത്. അതിൻ്റെ വീഡിയോ ആക്ച്വലി എടുക്കാൻ പറ്റിയില്ല. പിന്നെ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നു. ഇപ്പം ഇങ്ങനെ ബീച്ചിലൊക്കെ ഓരോരുത്തർ ഇറങ്ങി കളിക്കുന്നതൊക്കെ കാണുന്നത്. നമുക്ക് സൺസെറ്റ് കാണണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ചപ്പുറത്ത് ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അവിടെയായിരുന്നു പോകേണ്ടത്. ഞങ്ങൾക്കാണെങ്കിൽ അത് മിസ്സായിപ്പോയി. ആ ഒരു പ്ലേസ് ഞങ്ങൾ പിന്നെയാണ് കണ്ടത്. സോ നമുക്ക് സൺസെറ്റ് കാണണമെങ്കിൽ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. പിന്നെ അതല്ലാതെ ഇവിടെ ഈ റോക്കിൻ്റെ അവിടെ ലൈറ്റ് ഷോയും ലേസർ ഷോ ഒക്കെ നടക്കുന്നുണ്ട്. അത് വൈകുന്നേരം 6:45 തൊട്ടിട്ട് 9:30 വരെയാണ് ടൈം. അപ്പം നമുക്ക് ഈ അവിടെ ഇരുന്നിട്ട് കാണാൻ പറ്റും. ഞങ്ങൾക്കാണെങ്കിൽ ഈ ലൈറ്റ് ഷോ അങ്ങനെ ഒരുപാട് നേരം കാണാൻ നിൽക്കാൻ പറ്റിയില്ല. ആക്ച്വലി ഞങ്ങൾ ഇറങ്ങാൻ നേരത്താണ് ഈ ഷോ ആയിട്ട് തുടങ്ങിയത്. 7:30 ഒക്കെ ആയപ്പം. നമ്മൾ ഇങ്ങോട്ട് വന്നതുപോലെയല്ല, തിരിച്ചു പോകുമ്പോൾ ബസ്സാണ് എടുക്കുന്നത്. കാരണം ട്രെയിനാണെങ്കിൽ ഒന്ന് വരുന്നത് രാത്രി 10-10:30ക്കാണ്. അപ്പം അത് ഒരുപാട് ലേറ്റ് ആവുന്നുണ്ട്. അതുപോലെ പിന്നെ സീറ്റ് കിട്ടുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് 6 മണിക്ക് വരെ എന്തോ ആണ് ട്രെയിന് വരുന്നത്. അതൊക്കെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വെച്ചിട്ട് ഞങ്ങൾ ബസ് ബുക്ക് ചെയ്തു. ബസ് ഒരാൾക്ക് വരുന്നത് ഇവിടെ കന്യാകുമാരിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരുന്നത് 100 രൂപയാണ്. അതും ഏകദേശം 2.5 മണിക്കൂറിൽ തന്നെ എത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 8:30ക്കായിരുന്നു ബസ് വരുന്നത്. ബസ്സും ആക്ച്വലി കുറച്ച് എക്സ്റ്റെൻഡ് ആവുന്നുണ്ട്. 8:30 എന്നുള്ളത് ഒരു 9:30 അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടുന്ന് 2.5 മണിക്കൂർ വെച്ചിട്ട് ഒരു 12 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരം എത്തിയത്. ബസ് സ്റ്റാൻഡിലേക്ക് ഒരു 500 മീറ്ററൊക്കെ നടക്കാനേ വരുന്നുള്ളൂ. നമ്മളിപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ട്. അപ്പം കന്യാകുമാരി ആക്ച്വലി നമുക്ക് ഒരു ഡേ ഫുൾ സ്പെൻഡ് ചെയ്യാനില്ല. അല്ലെങ്കിൽ പിന്നെ സൺറൈസ് സൺസെറ്റ് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് പോകണം. ഞങ്ങൾക്കത് രണ്ടും മിസ്സായിപ്പോയി. പിന്നെ നമ്മൾ ഈ ബുക്കിംഗ് അതിൻ്റെ കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒന്നെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോയി ലൈനിൽ നിന്ന് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഓൺലൈൻ ടിക്കറ്റ് എടുക്കുക. 300 രൂപ ആവുന്നേ ഉള്ളൂ. നമ്മൾ കൺവീനിയൻസ് പോലെ എന്താണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോകുന്ന ബസ്, തിരുവനന്തപുരത്തേക്കുള്ള ബസ് ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂടാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ